കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കത്തിൽ ഒരു വിഷയമുണ്ട്. അതായത് താൻ രാജിവെക്കുന്നതിന് കാരണം ദില്ലിയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ രാജ്യവിരുദ്ധ ശക്തികൾ ആയുധമാക്കുന്നത് കൊണ്ടാണ്, രാജ്യമാണ് തനിക്ക് പ്രധാനം, പദവിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത്. അപ്പോഴൊക്കെ ഇതൊരു ഒഴിവുകഴിവായിട്ടാണ് നമുക്ക് തോന്നിയത്. ഇത് പലപ്പോഴായി BJP ഗവൺമെൻറ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കർഷക സമരത്തിനിടയിൽ രാജ്യവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറിയത് കൊണ്ടാണ് ആ ബില്ലുകൾ പിൻവലിക്കപ്പെട്ടത് എന്ന് BJP അന്ന് വിശദീകരിച്ചിരുന്നു. സമാനമായ സാഹചര്യത്തിലാണ് ഈ CJP സമരത്തിന് മുന്നിലും കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയത്. അതിനും അവർ കാരണമായി പറഞ്ഞത് ഈ സമരത്തെ രാജ്യവിരുദ്ധ ശക്തികൾ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിന് തടയിടാനാണ് സമരം അവസാനിപ്പിക്കുന്നത് എന്നാണ്. എന്തായാലും ഈ സമരം അവസാനിപ്പിക്കേണ്ട ചുമതല, അല്ലെങ്കിൽ ഈ സമരം രാജ്യവിരുദ്ധ ശക്തികൾ ഉപയോഗിക്കാതെ ഹൈജാക്ക് ചെയ്യാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാർ മാത്രമല്ല, സമരക്കാർ കൂടിയാണ്. എന്തായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയായിരുന്നു സമരമെങ്കിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടായിരുന്നു സമരമെങ്കിൽ, ആ സമരത്തിൽ അക്രമ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കാനും ആ സമരത്തിൽ ഗുണ്ടകൾ നുഴഞ്ഞു കയറാതിരിക്കാനും രാജ്യവിരുദ്ധ ശക്തികളും ഭീകരവാദികളും അവിടെ എത്താതിരിക്കാനുമുള്ള പ്രാഥമികമായ മുൻകരുതലുകൾ സമരക്കാരും അതുപോലെ തന്നെ സർക്കാരും എടുക്കേണ്ടതുണ്ട്. എന്തായാലും സർക്കാർ അവരുടെ ഭാഗം ഭംഗിയായി നിർവഹിച്ചു. പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതുവരെയും CJP അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാൽ സർക്കാരിൻ്റെ ഈ വാദങ്ങൾ ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്നതിൻ്റെ ചില സൂചനകളാണ് കഴിഞ്ഞ 2-3 ദിവസമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് ബംഗാൾ പോലീസിൻ്റെ വിശദീകരണമാണ്. ബംഗാൾ പോലീസ് ഒരു ഭീകരനെ പിടികൂടുന്നു. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഒരു ഭീകരനാണ് ഇയാളും അതുപോലെ തന്നെ അയാളുടെ പെൺ സുഹൃത്തും അറസ്റ്റിലാകുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ മകനെ ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിക്കുന്നു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ വകവരുത്താൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രിയുടെ യാത്രകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി പാകിസ്ഥാൻ ഹാൻഡിലർമാർക്ക് നൽകുന്നു. മാത്രമല്ല, ഈ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിലേക്ക് നുഴഞ്ഞു കയറാനായി ഒരു പോലീസ് യൂണിഫോം സംഘടിപ്പിക്കാനായി നിർദ്ദേശം ഇവർക്ക് പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്നു. ഇതൊക്കെ കൃത്യമായി ചാറ്റുകളടക്കം തെളിവുകളോടുകൂടിയാണ് ബംഗാൾ പോലീസ് പൊക്കുന്നത്. ബംഗാൾ പോലീസ് ഈ വിവരം പുറത്തു പറഞ്ഞപ്പോൾ ചിലരെങ്കിലും അത് വിശ്വസിക്കാൻ സാധ്യതയില്ല. കാരണം ബംഗാൾ പോലീസ് അങ്ങനെ കള്ളം പറയുന്ന പോലീസല്ല. ഒരു പോലീസും, ബംഗാൾ പോലീസ് എന്ന് മാത്രമല്ല, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നുണ പറയാൻ പ്രയാസമാണ്. കാരണം ബംഗാൾ പോലീസ് തെളിവുകളടക്കമാണ് തങ്ങളുടെ പക്കൽ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഭീകരനെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. ഇന്ത്യക്കാരനാണ് ഇയാൾ. പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശമനുസരിച്ചിട്ടുകൊണ്ടാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നുണ പറഞ്ഞ് തെളിവുകൾ ഫ്രെയിം ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷേ ബംഗാൾ പോലീസ് അവിടെ ഒരു BJP സർക്കാരാണ് നിലവിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ചിലരെങ്കിലും ബംഗാൾ പോലീസിനെ അവിശ്വസിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ CJP സമരത്തിന് മുന്നിൽ കുട്ടിയതിലുള്ള ജാള്യത കാരണം BJP ഓരോരോ കഥകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന് പോലും കാരണം ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയവരെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ബംഗാൾ പോലീസ് അവിടെ ഒരു BJP സർക്കാരാണ് എങ്കിൽ സമാനമായ വാദഗതിയുമായി, അല്ലെങ്കിൽ ബംഗാൾ പോലീസിൻ്റെ അവകാശവാദവുമായി ചേർന്ന് പോകുന്ന മറ്റൊരു കണ്ടെത്തലുമായി ഇപ്പോൾ പഞ്ചാബ് പോലീസും രംഗത്ത് വന്നിരിക്കുകയാണ്. പഞ്ചാബിൽ ഭരിക്കുന്നത് BJP അല്ല. മാത്രമല്ല, ഈ CJP സമരത്തെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. ആം ആദ്മി പാർട്ടി സർക്കാരിന് കീഴിലാണ് പഞ്ചാബ് പോലീസ് ഉള്ളത്. പഞ്ചാബ് പോലീസ് കുറച്ചുകൂടി അതീവ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. അതായത് CJPയുടെ സമരത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാനായി 9 പാകിസ്ഥാൻ ഭീകരന്മാർ എത്തി എന്നാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ് പുറത്തുവിടുന്ന വിവരം. അവിടെ എത്തി അവർ പെട്രോൾ ബോംബുകൾ പൊട്ടിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. കാരണം നൂറുകണക്കിന്, ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ അവിടെയുണ്ട്. മാത്രമല്ല, പോലീസുകാർ അവിടെയുണ്ട്, മറ്റ് സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഇവരുടെ ഇടയിൽ പെട്രോൾ ബോംബ് പൊട്ടിച്ചാൽ എത്രമാത്രം കാഷ്വാലിറ്റി ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അങ്ങനെ ഈ തിരക്കിനിടയിൽ പെട്രോൾ ബോംബ് പൊട്ടിക്കാനായി സർവ്വസന്നാഹങ്ങളുമായി 9 പേർ എത്തിയിരുന്നു. ഇതിൽ 6 പേർ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടായിരുന്നു, പാകിസ്ഥാൻ ഹാൻഡിലർമാരുമായി ബന്ധമുണ്ടായിരുന്നു. ഇത് പൂർണ്ണമായും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ഫ്രെയിം ചെയ്ത ഒരു പ്രവർത്തനമായിരുന്നു, ഇന്ത്യ വിരുദ്ധ നീക്കമായിരുന്നു. ISI ഈ ഭാരതത്തിലേക്ക്, ഇന്ത്യക്കകത്തുള്ള യുവാക്കളെയും എല്ലാം ഈ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നു. അങ്ങനെ റിക്രൂട്ട് ചെയ്ത
രണ്ട് തീവ്രവാദ മോഡ്യൂളുകൾ, ഈ രണ്ട് മോഡ്യൂളുകളും സ്ലീപ്പർ സെല്ലുകളായി രാജ്യത്തിനകത്തുണ്ടായിരുന്നു. ഈ രണ്ട് മോഡ്യൂളുകളെ പരസ്പരം കണക്ട് ചെയ്യുകയും ഇവർക്ക് ഓൺലൈനിലൂടെ ട്രെയിനിങ്ങും മറ്റും നൽകുകയും എങ്ങനെയാണ് പെട്രോൾ ബോംബ് ഉണ്ടാക്കുന്നതും അത് പൊട്ടിക്കുന്നതും എന്നുള്ളതിനെ സംബന്ധിക്കുന്ന കൃത്യമായ വിവരങ്ങൾ പാകിസ്ഥാനിൽ നിന്നും ഓൺലൈൻ മുഖാന്തരം ഇവർക്ക് നൽകുകയും പെട്രോൾ ബോംബ് ഉണ്ടാക്കാൻ ആവശ്യമായ സാമഗ്രികൾ ഇവരെ കൊണ്ട് സംഘടിപ്പിക്കുകയും അതിനുശേഷം ഇവരെ ജന്തർ മന്ദറിലേക്ക്, സമരം നടക്കുന്ന ജന്തർ മന്ദറിലേക്ക് പറഞ്ഞു വിടുകയുമാണ് ഉണ്ടായത് എന്നാണ് പഞ്ചാബ് പോലീസ് പറയുന്നത്. പുറത്തു നിന്നുള്ള ഹാൻഡിലർമാർ, അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള ഹാൻഡിലർമാർ ISIയുടെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന 9ഓളം വരുന്ന യുവാക്കളുടെ സംഘം, അതിൽ 6 പേരും പ്രായപൂർത്തിയാകാത്തവരാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇങ്ങനെ ഈ യുവാക്കളുടെ സംഘത്തിന് ഭീകരാക്രമണം നടത്തുന്നതിനുള്ള പരിശീലനം നൽകുന്നു, ഓൺലൈൻ വഴി പരിശീലനം നൽകുന്നു, അതിനുശേഷം ജന്തർ മന്ദറിലേക്ക് പറഞ്ഞുവിടുന്നു. പഞ്ചാബ് പോലീസിന്റെ ശ്രദ്ധയിൽ ഇവരുടെ കോൺവെർസേഷനുകളും ഇവരുടെ ആശയവിനിമയവും അതോടൊപ്പം തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളും പെട്ടതുകൊണ്ട് മാത്രമാണ് വലിയ അനിഷ്ട സംഭവങ്ങൾ ജന്തർ മന്ദറിൽ ഉണ്ടാകാത്തത് എന്നാണ് പഞ്ചാബ് പോലീസ് തന്നെ നൽകുന്ന വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് പിടികിട്ടുന്നത്. ഈ 9 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 9 പേരുടെ പക്കലിൽ നിന്നും ചില നിർണായകമായ സാമഗ്രികൾ ലഭിച്ചിട്ടുണ്ട്. പെട്രോൾ ബോംബ് ഉണ്ടാക്കുന്നതിനാവശ്യമായ സാമഗ്രികൾ, അതോടൊപ്പം തന്നെ 3 അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന പിസ്റ്റളുകൾ, 9ഓളം വരുന്ന ലൈവ് കാട്രിഡ്ജുകൾ, 4 പെട്രോൾ ബോംബുകൾ, ഇതൊക്കെ ഇവരുടെ പക്കലുണ്ടായിരുന്നു. മാത്രമല്ല അതീവ ഗുരുതരമായ മറ്റൊരു കണ്ടെത്തലും പഞ്ചാബ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അതായത് ഇവർ ഈ പറയുന്ന 9 അംഗ സംഘം പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് ഈ പറയുന്ന ജന്തർ മന്ദറിന് സമീപ പ്രദേശത്തുള്ള റെയിൽവേ ട്രാക്കുകളിലും മറ്റും ഇവർ CCTV ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ പാകിസ്ഥാനിലെ ഹാൻഡിലർമാർക്ക് അയച്ചു കൊടുത്തിരുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഓൺലൈനിലൂടെ ഈ പറയുന്ന യുവതീ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക, ഇതിൽ 6 പേരും പ്രായപൂർത്തിയാകാത്തവരാണ് എന്നോർക്കുക, അവരുടെ മനസ്സിലേക്ക് തീവ്രവാദം കുത്തിവെക്കുക, അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകുക, അതിനുശേഷം പെട്രോൾ ബോംബ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഈ പെട്രോൾ ബോംബ് ഉണ്ടാക്കാനുള്ള സാമഗ്രികളും 4 പെട്രോൾ ബോംബുകളുമായിട്ടാണ് ഇവർ ജന്തർ മന്ദറിലേക്ക് പോയത്. തീർച്ചയായും ജന്തർ മന്ദറിൽ രാജ്യവിരുദ്ധ ശക്തികൾ ഇടപെടുന്നുണ്ട് എന്ന വാർത്ത, അങ്ങനെയുള്ള ചില സൂചനകൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചാബ് പോലീസ് ഇവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. പഞ്ചാബ് പോലീസിന് കൃത്യമായി എന്താണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 9 പേരെ പഞ്ചാബ് പോലീസ് പിടികൂടുന്നത്. അതോടുകൂടി ഈ ഒരു ബോംബ് ആക്രമണ ശ്രമം പാളിപ്പോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പഞ്ചാബ് പോലീസ് ഈ പങ്കുവയ്ക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം ബംഗാൾ പോലീസ് പങ്കുവച്ച വിവരങ്ങളുമായി ചേർന്ന് പോകുന്നതാണ്. അതായത് ഈ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരം, ആ സമരത്തിലേക്ക് നുഴഞ്ഞുകയറി പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ അനാവശ്യമായ പ്രശ്നങ്ങളും അതിക്രമങ്ങളും സൃഷ്ടിക്കാൻ പദ്ധതിയിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ പിടികൂടിയത്. ഇയാൾ പോലീസ് യൂണിഫോം സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. അതിൻ്റെ അനന്തര നടപടികൾ എന്താണെന്ന് അറിയില്ല. തീർച്ചയായും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോലീസ് യൂണിഫോം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സമരം നടക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി പോലീസ് യൂണിഫോമിൽ നിന്നുകൊണ്ട് സമരക്കാരെ എന്തെങ്കിലും ചെയ്യുക എന്നതായിരിക്കാം അവരുടെ ഉദ്ദേശം. ഒരുപക്ഷെ വരാൻ പോകുന്നത് ഒരു ജെയ്ഷെ മുഹമ്മദ് ഭീകരനായിരിക്കാം. അയാൾക്ക് വേണ്ടിയായിരിക്കാം ഈ പോലീസ് യൂണിഫോം സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന അറസ്റ്റിലായ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെയുമുള്ളത്. പ്രായപൂർത്തിയാകാത്തവരുൾപ്പെടെ ഒരു 9 അംഗ സംഘത്തെയാണ് ഇവിടെ പാകിസ്ഥാൻ സമരത്തിനിടയിൽ നുഴഞ്ഞു കയറി സ്ഫോടനം നടത്താനായി പദ്ധതിയിട്ടിരുന്നത്. അത് പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്, ദില്ലി പോലീസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണങ്ങൾ നടത്താൻ ഇപ്പോൾ പദ്ധതിയിട്ടിരുന്നത്. ദില്ലി പോലീസും CJPയും തമ്മിൽ വലിയ സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. ആ സംഘർഷത്തിനിടയിൽ നിരവധി വിദ്യാർത്ഥികൾക്കും മറ്റും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പോലീസ് അതിക്രമത്തെക്കുറിച്ച് ഇന്ത്യയിലെമ്പാടും ചർച്ച നടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അവിടെ സ്ഥിതിഗതികൾ വഷളാക്കാൻ പാകിസ്ഥാൻ ഭീകരർ ഇടപെട്ടിരുന്നു എന്ന വാർത്ത വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആദ്യത്തെ വാർത്ത ബംഗാൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇപ്പോഴിതാ പഞ്ചാബ് പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു വാർത്ത വന്നിരിക്കുന്നു. ജന്തർ മന്ദർ വിഷയവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിക്കുള്ള ഒരു നിലപാടല്ല ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കീഴിലുള്ള പോലീസിനുള്ളത് എന്ന് വ്യക്തമാവുകയാണ്. രാജ്യവിരുദ്ധ ശക്തികളെ അവർ നേർക്കുനേർ നേരിടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ 9 പേരെ പിടികൂടിയിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ആ സംഘത്തിലുണ്ടോ എന്ന കാര്യം വിശദമായി അന്വേഷിച്ചു വരികയുമാണ്.